സെപ്റ്റംബർ 22, 25-ാം ആഴ്ചയിലെ തിങ്കളാഴ്ച. ലൂക്ക 8:16-18 വരെ വാക്യങ്ങൾ. ഒരു കൊച്ചുകുട്ടിയും അവൻ്റെ അമ്മയും തമ്മിൽ നടന്ന രസകരമായ ഒരു സംഭാഷണം ഇതാണ്. ദൈവത്തിന് എന്നെ എൻ്റെ മുറിയിൽ കാണാൻ കഴിയുമോ എന്ന് കുട്ടി ചോദിക്കുന്നു. അതെ, ദൈവത്തിന് കാണാൻ കഴിയുമെന്ന് അമ്മ മറുപടി നൽകുന്നു. ദൈവത്തിന് എന്നെ എൻ്റെ ക്ലോസറ്റിൽ കാണാൻ കഴിയുമോ? കുട്ടി ചോദിക്കുന്നു. അതെ, അമ്മ മറുപടി പറയുന്നു. ദൈവത്തിന് എന്നെ അർദ്ധരാത്രി കാണാൻ കഴിയുമോ? അതെ എന്ന് വീണ്ടും അമ്മ പറയുന്നു. ഓ, അതെനിക്ക് അത്ര ഇഷ്ടമല്ല എന്ന് കുട്ടി പറയുന്നു. നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനും, മനുഷ്യൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത രഹസ്യ കാര്യങ്ങൾക്ക് പോലും ദൈവത്തോട് നാം കണക്ക് ബോധിപ്പിക്കേണ്ടവരാണെന്ന് ഇന്നത്തെ വായന നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് നിർദ്ദേശിക്കുന്നത് വെളിച്ചത്തിൻ്റെ ഉദ്ദേശ്യം അത് സ്ഥാപിച്ചിരിക്കുന്ന മുറിയെ പ്രകാശമാനമാക്കുക എന്നതാണ്. അങ്ങനെ വിളക്ക് നന്നായി സ്ഥാപിക്കുമ്പോൾ അത് മുഴുവൻ സ്ഥലത്തും പ്രകാശം ചൊരിയും. പിന്നെ യേശു മറ്റൊന്ന് പറയുന്നത് ഒന്നും മറയ്ക്കപ്പെടില്ലെന്നും എല്ലാം ദൃശ്യമാകുമെന്നും ആണ്. എല്ലാം ഒരിക്കൽ വെളിപ്പെടുത്തുമെന്ന് അവിടുന്ന് പറയുന്നു. എല്ലാ രഹസ്യങ്ങളും വെളിപ്പെടുത്തുകയും മറ്റുള്ളവർ അറിയിക്കുകയും ചെയ്യും. നമ്മെ ഭയപ്പെടുത്തുന്നതാണ് ഈ വാക്കുകൾ. വ്യക്തിപരമായി എൻ്റെ ജീവിതം എല്ലാവർക്കും കാണാൻ വേണ്ടി രൂപപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും വളരെ സാധാരണ കാര്യങ്ങളാകാമെങ്കിലും എന്നെക്കുറിച്ചുള്ള എല്ലാം വെളിപ്പെടുത്താൻ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എല്ലാം അറിഞ്ഞാൽ അവർ എന്നെ വിധിക്കുകയോ വ്യത്യസ്തമായി എന്നെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്തേക്കാം. പക്ഷേ ഈ വാക്കുകൾ നമുക്ക് ഒരു സ്വയം ആത്മപരിശോധനയ്ക്കുള്ള ഒരു ക്ഷണമായിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ? ഞാൻ ചെയ്യുന്ന ഏതെങ്കിലും പ്രവൃത്തികൾ അത് വേണ്ട എന്ന് പറയാൻ ആഗ്രഹമുണ്ടോ? നമ്മുടെ പ്രവൃത്തികളിൽ ആധികാരികതയുടെയും സത്യസന്ധതയുടെയും പ്രാധാന്യം ഈ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ വെളിച്ചം പ്രകാശിപ്പിക്കുക എന്ന പരാമർശം നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വങ്ങളെ സ്വീകരിക്കുകയും തുറന്നതും സത്യസന്ധവും ആത്മാർത്ഥമായ രീതിയിൽ ജീവിക്കുകയും ചെയ്യുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരിലേക്ക് പോസിറ്റിവിറ്റിയും നന്മയും പ്രസരിപ്പിക്കുന്നു. അങ്ങനെ ചെയ്യാൻ അവരെയും അത് പ്രചോദിപ്പിക്കുന്നു. നമ്മൾ ആരാണെന്ന് അഭിമാനിക്കാനും നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിൻ്റെ പ്രയോജനത്തിനായി നമ്മുടെ അതുല്യമായ കഴിവുകൾ പ്രകടിപ്പിക്കാനുമുള്ള ഒരു ആഹ്വാനമായി ഇത് പ്രവർത്തിക്കുന്നു. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരും എന്ന് യേശു പരാമർശിക്കുന്നത് ഉത്തരവാദിത്വത്തിൻ്റെയും സുതാര്യതയുടെയും ആശയം എടുത്തു കാണിക്കുന്നു. രഹസ്യങ്ങളോ വഞ്ചനാപരമായ പ്രവൃത്തികളോ എന്നേക്കുമായി മറിഞ്ഞിരിക്കാൻ കഴിയില്ലെന്നും ഒടുവിൽ അവ തുറന്നു കാണപ്പെടുമെന്നും ഇത് സൂചിപ്പിക്കുന്നു. സത്യം എല്ലായ്പ്പോഴും ഒടുവിൽ വെളിച്ചത്ത് വരുന്നതിനാൽ ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൂടി പ്രവർത്തിക്കാനുള്ള ഒരു മുന്നറിയിപ്പിൻ്റെ ഓർമ്മപ്പെടുത്തലായി ഇത് വർത്തിക്കുന്നു. ആധികാരികമായും സത്യസന്ധതയോടും കൂടി ജീവിക്കുന്നത് നമ്മെ ശക്തിപ്പെടുത്തുകയും കൂടുതൽ യോജിപ്പുള്ളതും
വിശ്വസനീയമായ ഒരു സമൂഹത്തിന് സംഭാവന നൽകുകയും ചെയ്യുന്നു. എല്ലാവർക്കും സാക്ഷ്യം വഹിക്കാൻ നമ്മുടെ സദ്ഗുണങ്ങളും മൂല്യങ്ങളും ഉപയോഗിച്ച് പ്രകാശപൂരിതമായി ഇരിക്കുന്ന നമ്മുടെ ഏറ്റവും മികച്ച വ്യക്തിത്വമുള്ളവരാകാൻ നമുക്കെപ്പോഴും പരിശ്രമിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.